ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഈസിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ വൈകുന്നേരത്തെ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നമുക്ക് ആവിച്ചെമ്പിലിട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. നിങ്ങൾക്ക് ബ്രെഡ് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവി കയറുമല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ക്യാരറ്റാണ്. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നതായിട്ടുള്ളൂ. ഇനി ഇതാ നമ്മളെ ബ്രെഡ് ഇവിടെ നല്ലോണം തന്നെ ആവി കയറി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ക്യാരറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ, ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ പശുവ് നെയ്യില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ ഒന്നും വേണമെന്നില്ല, കുറച്ച് മതിയേ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത്. പഞ്ചസാര നല്ലോണം ഒന്ന് ഉരുകിയിട്ട് വെള്ളം വരും കേട്ടോ ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തുനിന്ന്. അത് കുഴപ്പമില്ല. ഇപ്പം നല്ലോണം തന്നെ വാട്ടിയെടുക്കാം. ഇതിൻ്റെ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവയില്ലേ അത് വിടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതേപോലെ മൂടി വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുറച്ച് വന്നിട്ടുണ്ട്, തന്നെ വറ്റിക്കോളൂ. ഇനി ഇതാ ക്യാരറ്റ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഇതേപോലെ നല്ലോണം തന്നെ ചിക്കിയെടുക്കാം കേട്ടോ. ഇനി ഓരോ ബ്രെഡും ഇതേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലത്തെ മൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തമ്പ് ഭാഗം കളയണ്ട കേട്ടോ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് റോളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. അധികം പരത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് അമർന്ന് നിൽക്കുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ മുഴുവൻ ബ്രെഡും ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഓരോ ബ്രെഡിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തെമ്പ് ഭാഗം കൈവച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നമുക്ക് ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ പ്രസ്സായി കിട്ടും. അപ്പോൾ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറുങ്ങനെ പൊട്ടിയാലൊന്നും കുഴപ്പമില്ല, കാരണം നമ്മളിത് മുട്ടയിൽ മുക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ 2 മുട്ട എടുത്തിട്ട് കലക്കിയതിന് ശേഷം അതിലേക്ക് മുക്കി കൊടുത്തിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മുട്ടൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടതാണ്. എന്നിട്ട് ആ ബ്രെഡ് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്രെഡിന് മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഉള്ളിലും മധുരം ഉണ്ട്, അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഓരോന്നും ഇതേപോലെ നമ്മൾ ബ്രെഡ് എങ്ങനെയാണോ വാട്ടിയെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡ് വാട്ടുന്നില്ലേ അതുപോലെ തന്നെ വാട്ടിയെടുത്താൽ മതി. അപ്പം അതാ ഓരോന്ന് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അടിപൊളിയാന്ന് കഴിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, ബ്രെഡും ക്യാരറ്റും കിട്ടുന്ന സമയത്ത്.
പിന്നെ ഇത് വൈകുന്നേരം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.